എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മാളവിക എൻ ജ്വല്ലറി പോയതിന് ശേഷം തിരിച്ചു വന്ന് ആദർശിനെയും നയനെയും കാണുന്നുണ്ട്. അന്നേരം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല ഡിസൈൻ കൊടുത്തിട്ടും ആദ്യം അത് കണ്ടതിന് ശേഷം അതത്ര കൊള്ളില്ല എന്നാണ് ഡേവിഡ് പറഞ്ഞത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്ക് ഡിസൈനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന്. ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇതുപോലൊരു കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു എന്നിങ്ങനെ പറയുവാണേ. അന്നേരം ആദർശിന് സംശയം തോന്നുന്നുണ്ട്. കാരണം ഒരു ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് ഡിസൈനെക്കുറിച്ചൊക്കെ കുറച്ച് അറിവ് വേണമല്ലോ. അതില്ലാതെ എങ്ങനെ ഇയാൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആദർശം പറയുന്നുണ്ട്. അതുപോലെ ആദർശം പറയുന്നുണ്ട്, എനിക്കും മുത്തശ്ശനൊക്കെ ഇതിനെക്കുറിച്ച് കുറച്ച് ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മിക്കവാറും ഡേവിഡ് ആയിരിക്കില്ല ഈ കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പം മാളവിക പറയുന്നുണ്ട്, അത് നേരാണ്. ഞാൻ വരച്ച ഡിസൈൻസൊക്കെ കൊള്ളില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ ഡിസൈൻസൊക്കെ വേറെ ആർക്കും അയച്ചു കൊടുത്തു. അവിടെ നിന്ന് മറുപടി കിട്ടിയതിന് ശേഷമാണ് ഡിസൈൻസ് കൊള്ളാം എന്ന് അദ്ദേഹം തീരുമാനിച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാമല്ലോ ഇയാളല്ല കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ശത്രു ആ ആളായിരിക്കും, അതായത് ഈ ഡിസൈൻസൊക്കെ അയച്ചു കൊടുത്ത ആളായിരിക്കും എന്ന് പറയുന്നു. അന്നേരം നയനി ചോദിക്കുന്നുണ്ട്, അതാരാണ് എന്നൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ മാളവികയ്ക്ക് എന്ന്. അന്നേരം മാളവിക പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു, പക്ഷെ അതിന് വ്യക്തമായൊരു മറുപടി ഇങ്ങോട്ട് കിട്ടിയില്ല, എന്തോ ഒളിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയുന്നു. ഏതായാലും അവരുടെ ഉദ്ദേശം ഈ വിഷുവിന് മൂർത്തി ജ്വല്ലറിയുടെ മുകളിൽ പോകണം, മൂർത്തി ജ്വല്ലറിയെ തറപറ്റിക്കണം എന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് മാളവിക. അന്നേരം ആദർശ് പറയും, അത് നേരാണ്, മിക്കവാറും വിഷുവിന് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ നടക്കണം എങ്കിലേ മാളവികയിൽ അവർക്ക് കൂടുതൽ വിശ്വാസം തോന്നുള്ളൂ. അതിലൂടെ വേണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മാളവിക പറയുന്നുണ്ട്, എനിക്കങ്ങനെ പെട്ടെന്ന് ഇത്രയും നല്ല ഡിസൈൻസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. മേഡം വരച്ച ആ ഡിസൈൻസ് കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് അത്രയും സ്പീഡിൽ അത്രയും ടാലൻറ്റോടു കൂടി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മാളവിക ടെൻഷൻ ആകണ്ട, ഏത് രീതിയിലും ഞാൻ മാളവികയെ സഹായിച്ചോളാം എന്ന് പറയുന്നു. പിന്നെ US-ന്ന് ലീവ് എടുത്ത് വന്ന സമയമാണല്ലോ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിലോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. അന്നേരം മാളവിക പറയുന്നുണ്ട്, എനിക്ക് പേയ്മെൻറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നും പറയുന്നുണ്ട്. പിന്നീട് ആദർശ് എടുത്ത് പറയുന്നുണ്ട്, നമ്മൾ ഇനി കൂടിക്കാഴ്ച നടത്തുന്നത് ഇതുപോലെ സേഫായ സ്ഥലങ്ങളിൽ വെച്ചായിരിക്കണം. കാരണം നമ്മുടെ ശത്രുക്കൾ ഭയങ്കര ക്രൂക്കഡാണ്, അവർ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ചിന്തിക്കും, അതുപോലെ ക്രൂരന്മാരുമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം. പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാളവികയ്ക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറയും. കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് മാളവിക പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മാളവികയെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ 3 പേരും കൂടെ ഒരുമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം ആദർശ് സേവ്യറിനെ പോയി കാണുവാണ്. ഏതൊക്കെ രീതിയിലാണ് ഡേവിഡിൻ്റെ കോളുകൾ പോകുന്നതെന്ന് കണ്ടുപിടിച്ചോ എന്നറിയാം. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, എല്ലാ കോളുകളും അത്യാവശ്യം ട്രാക്ക് ചെയ്തിട്ടുണ്ട്, കൂടെ അഭിയുടെ നമ്പറും ഉണ്ടെന്ന് പറയുമ്പം അതിൽ അത്ഭുതമൊന്നുമില്ല, അത് ഞാൻ മുമ്പേ മനസ്സിൽ തീരുമാനിച്ചതാണ്, അവൻ നമ്മളെ ഒറ്റുന്നുണ്ട് എന്നിങ്ങനെ ആദർശ് പറയുമ്പം സേവ്യർ പറയുന്നുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിൽ 1-2 തവണ വിളിച്ചിട്ടുള്ളൂ, പക്ഷേ ആദർശ് ദുബായിൽ ചതിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നായിരുന്നല്ലോ, ആ കാലത്ത് ഡേവിഡിനെ കുറേ തവണ അഭി വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അത് നേരാണ്, അവൻ അന്ന് അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയതാണ്. കാരണം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് ദിവസം ആരും കാണാതെ റൂമിലിരുന്നു. ആ സമയത്ത് ഇവനും ഇവൻ്റെ അമ്മയും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയുമ്പം കിരൺ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുത്തിനെ ആ വീട്ടിൽ നിർത്തുന്നത് അപകടമല്ലേ, ശരിക്കും അവനെ അല്ലായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് എന്ന് വയ്ക്കുമ്പം അവൻ വീട്ടിൽ നിന്ന് പുറത്താകാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഇപ്പോൾ ഒപ്പിച്ച് വെക്കുന്നുണ്ട്, മിക്കവാറും അത് തന്നെ സംഭവിക്കുമെന്ന് ആദർശ് പറയുന്നു. അത് കഴിഞ്ഞ് ഡേവിഡ് പറയുന്നുണ്ട്, എല്ലാ കോളുകളും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു കോള് മാത്രം ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, 1-2 കോളുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. അതെന്താണെന്ന് വയ്ക്കുമ്പം അത് മിക്കവാറും എന്നെപ്പോലെ അവരെ ആരെങ്കിലും സഹായിക്കാനുണ്ടാവും, അതുകൊണ്ടാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ആ നമ്പർ മാത്രം, ആ കോള് മാത്രം ഇന്ത്യയിലുള്ള ആളാണോ പുറത്തുള്ള ആളാണോ എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അന്നേരം ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കാം, പക്ഷെ അത് മാത്രം നിങ്ങൾ മുന്നിൽ കണ്ടിരിക്കരുത്, വേറെ എന്തെങ്കിലും മാർഗവും കൂടി നോക്കണം എന്നൊക്കെ പറയുന്നു. ഏതായാലും ഇവരൊക്കെ ഒരു ശത്രു ഉണ്ടെന്നും ആ ശത്രു വെളിച്ചത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രിക്കോഷൻസൊക്കെ അവരെടുത്തേക്കുന്നത് എന്ന് അവർക്ക് കാര്യം മനസ്സിലായി. അപ്പം ആദർശിൻ്റെ ശത്രു ഡേവിഡ് അല്ല, ഡേവിഡിന് പുറകിൽ ഒരാളുണ്ട് എന്ന് അവർക്ക് ഉറപ്പാകും. അതുപോലെ തന്നെ സേവ്യർ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ആദർശിനോട് തുറന്നു പറയാം, അതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത് എന്ന് പറയും. എന്താണ് എന്ന് ചോദിക്കും. സേവ്യർ പറയുന്നുണ്ട്, നിങ്ങളുടെ പല കസ്റ്റമേഴ്സും ഇപ്പം AN ജ്വല്ലറി ആയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്, അവരെല്ലാം വിഷുവിനോടനുബന്ധിച്ച് അവരിൽ AN ജ്വല്ലറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനാണ് സാധ്യത. അങ്ങനെയാണ്
അങ്ങനെയാണെങ്കിൽ മൂർത്തീസ് ജ്വല്ലറി സെക്കൻഡ് പൊസിഷനിൽ നിന്നും വീണ്ടും വീണ്ടും താഴേക്ക് പോകും എന്ന് പറയുക. അന്നേരം ആദർശ് ചോദിക്കും സെക്കൻഡ് പൊസിഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയായിരുന്നു, അതിലും താഴേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പം സേവ്യർ പറയുന്നുണ്ട് കാരണം ബാക്കിയുള്ള ജ്വല്ലറിയിലൊക്കെ ഉള്ളവർക്ക് അവരുടേതായ കസ്റ്റമേഴ്സിനെ കിട്ടും. എൻ ജ്വല്ലറി ടാർഗറ്റ് ചെയ്തേക്കുന്നത് മൂർത്തി ജ്വല്ലറീസിനെ ആയതുകൊണ്ട് അവരുടെ കസ്റ്റമേഴ്സിനെയൊക്കെ എൻ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരുമ്പം മൂർത്തി ജ്വല്ലറിക്ക് പ്രത്യേകിച്ച് വേറെ കസ്റ്റമേഴ്സിനെ കിട്ടാതെയാകുമ്പോൾ അവർ കൂടുതൽ താഴേക്ക് പോകും എന്ന് പറയുവാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വലിയ ദുരന്തമായി പോകും ഞങ്ങളുടെ കാര്യം. കാരണം ഇപ്പം MD ആയി ചാർജ് എടുത്തേക്കുന്നത് അനിയാണ്. അനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെയും മിക്കവാറും MD സ്ഥാനത്ത് നിന്ന് മുത്തച്ഛൻ തെറിപ്പിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ആകെ ടെൻഷൻ ആവുന്നുണ്ട് ആദർശ്. പിന്നീട് അനിയും നന്ദുവിനെയാട്ടോ കാണിക്കുന്നത്. രണ്ടുപേരുടെ ബർത്ത്ഡേ കേക്കൊക്കെ ഒരുമിച്ചിരുന്ന് മുറിക്കുന്നു. അതൊരു കടൽ തീരത്താട്ടോ. രണ്ടുപേരുടെ കേക്ക് മുറിച്ച് പരസ്പരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് ഈ പാതിരാത്രിക്ക് നിനക്ക് എന്നെ വട്ടാടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്ന ഒരു സമയം ഇതല്ലേ ഉള്ളൂ, നിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് ഞാനായിട്ട് ആഘോഷിക്കുന്നത്, അത് കുറച്ച് സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെ കേക്ക് മുറിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കേക്ക് എടുത്ത് നന്ദുവിൻ്റെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊമാൻറ്റിക് ആവുന്നുണ്ട്. ഒരുപാട് ഇഷ്ടത്തോടെ രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് അനിയുടെ ഓർമ്മയിലാണ്. അനി ഓഫീസിലിരുന്ന് ഓർക്കുന്ന കേട്ടോ ഇതൊക്കെ. എന്നിട്ട് നന്ദുവിനെ വിളിക്കും. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് കേക്ക് മുറിക്കുന്നതും ഹഗ് ചെയ്യുന്നതൊക്കെ ഞാനിപ്പോൾ സ്വപ്നം കണ്ടിട്ടിരിക്കുവാണ്, അതുകൊണ്ട് നീ കറക്റ്റ് സമയത്ത് വന്നേക്കണം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് എനിക്കിവിടെ സമയമില്ല, കുറേ പണികൾ ചെയ്ത് തീർക്കാനുണ്ട്, പിന്നെ ഇന്ന് ഞാൻ താമസിച്ചേ വരുള്ളൂ എന്ന് വീട്ടിൽ പറഞ്ഞപ്പം അവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല സംശയമുണ്ട് നിൻ്റെ കൂടെ കറങ്ങാൻ പോവുകയാണോ എന്ന്, അതുകൊണ്ട് കറക്റ്റ് 1 മണിക്ക് എനിക്ക് വീട്ടിൽ തിരിച്ച് കയറണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ആയിക്കോട്ടെ നീ അങ്ങോട്ടൊന്ന് വന്നാൽ മതി, കേക്ക് മുറിച്ച് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് നയനയെ കാണിക്കുന്നുണ്ട്. നയനയോട് ആദർശ് പറയുവാണ് ഈ വിഷുവിന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലാകുന്നത് മാളവിക കളക്ഷൻസ് ആയിരിക്കും, അപ്പം നീ താഴോട്ട് പോകും എന്നൊന്നും നീ വിചാരിക്കേണ്ട, കാരണം നിൻ്റെ ഡിസൈൻസ് ആയിരിക്കും അവൾ അവിടെ കാണിക്കുന്നത്. അപ്പം നിനക്ക് ആത്മവിശ്വാസം കൂടുകയല്ലേ ഉള്ളൂ ആ ഡിസൈൻസ് ട്രെൻഡിങ്ങിലാകുമ്പം. അതുകൊണ്ട് വിഷു വരെ അവർ വിജയിച്ച് നിൽക്കട്ടെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിജയമായിരിക്കും എന്ന് പറയുവാണ്. അതുപോലെ മാളവികയ്ക്ക് വേണ്ടി നല്ല നല്ല ഡിസൈൻസ് നീ തയ്യാറാക്കി വെക്കണം, എങ്കിലേ അവൾക്കവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അതിനിടയ്ക്ക് ആദർശ് പറയുന്നുണ്ട് നീ ഒരു കാര്യം വിചാരിക്കണം, നിൻ്റെ ചേച്ചിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമാണ്, പക്ഷേ അവിടെ മാളവിക കളക്ഷൻസ് ട്രെൻഡിങ്ങിലാകുമ്പോൾ അവൾ ധരിക്കാൻ പോകുന്നത്, പരസ്യത്തിനായിട്ട് ധരിക്കാൻ പോകുന്നത് നീ വരച്ച ഡിസൈൻസ് ആയിരിക്കും, ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെയും കാണിക്കുന്നത് അനിയെ തന്നെയാണ്. അനി ഓഫീസിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കേക്കൊക്കെ കൊണ്ടുവച്ച് അതിലൊരു ക്യാൻഡിലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നന്ദുവിന് അയച്ചു കൊടുക്കുക. അത് എന്നിട്ട് കറക്റ്റ് സ്പോട്ട് അങ്ങോട്ട് അയച്ചേക്കാൻ നീ വന്നേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ നന്ദുവിന്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഒരാൾ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കുന്ന സ്ഥലത്തിരുന്നും ഒരാൾ ഓഫീസിലിരുന്നും അവരുടെ ജീവിതത്തിലുണ്ടായ കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയം ഒരിക്കലും ഇല്ലാത്തതുപോലെ നവ്യ കലണ്ടറിലെ ഡേറ്റൊക്കെ ഒന്ന് നോക്കുവാണ്. അന്നേരമാണ് മനസ്സിലാകുന്നത് നാളെ നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന്. അന്നേരം അങ്ങോട്ടേക്ക് അഭി കയറി വരുന്നു. അന്നേരം അഭിയോട് പറയുന്നുണ്ട് ഞാൻ കലണ്ടറിൽ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നാളെ എൻ്റെ വീട്ടിലെ ഒരുത്തി ഉണ്ടല്ലോ ഇളയ സന്താനം, അവളുടെ ബർത്ത്ഡേ ആണ് എന്ന് പറയുമ്പോൾ ഓഹോ ബർത്ത്ഡേ ആണോ എന്നിട്ട് ആഘോഷിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്ത് ആഘോഷിക്കാൻ, ഈ പ്രാവശ്യം മിക്കവാറും ആഘോഷമൊന്നും കാണില്ല, അവളുടെ പ്രിയപ്പെട്ട ചേച്ചിയും ചേട്ടനും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും അയാൾക്ക് MD സ്ഥാനം തെറിക്കുകയും ഒക്കെ ചെയ്തതല്ലേ, അവളുടെ ആഘോഷമൊന്നും കാണില്ലായിരിക്കും എന്ന് പറയും. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ദിവസം ഞാൻ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യം ഗിഫ്റ്റ് കൊണ്ട് കൊടുക്ക് ചെല്ല് എന്ന് പറയുമ്പോൾ നീ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് അവളെപ്പറ്റി ചിന്തിക്കുന്നത് പോലും ഇഷ്ടമല്ല, ഇപ്പം അവളെ കാണുന്നത് പോലും വെറുപ്പാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അനി ഇതുവരെ വന്നിട്ടില്ല, സാധാരണ ഈ സമയമാവും വരുന്നതാണ്, അങ്ങനെയാണെങ്കിൽ അവനും അവളോട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കറങ്ങി നടക്കുവാണോ എന്ന് അറിയില്ല, അതുകൊണ്ട് നീ ഒന്ന് വിളിച്ചു നോക്കുന്നു വീട്ടിലോട്ട് അവിടെ നന്ദു ഉണ്ടോയെന്ന്. അന്നേരം ഞാൻ വിളിച്ചിട്ട് ആ കാര്യങ്ങളൊന്നും ആരും അറിയില്ല, എനിക്ക് അവളുടെ കാര്യമൊന്നും അറിയുകയും വേണ്ട, പിന്നെ നീ വേറെ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരിക്കലും അവളും അവനും കൂടി ഒന്നിക്കത്തില്ല, അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാമെന്ന് പറയുന്നു. അപ്പോഴും അഭിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, ഇനി അവരങ്ങാനും കറങ്ങി നടക്കുവാണോ എന്ന്. പിന്നെ നവ്യയുടെ മനസ്സിൽ അവരോടൊക്കെ ഇത്രയും വെറുപ്പുണ്ടല്ലോ എന്നറിയുമ്പോൾ ഒരു സന്തോഷവും, ഇനി നവ്യനെ അവിടെ നിന്ന് കുത്തി ഇളക്കി വിടുമോ എന്നറിയില്ല. ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.